അല്ല ഞാൻ കണ്ടു നീ വന്നത്. നേരെ വിട്ടടിച്ച് മോളി പോയല്ലോ. ഞാൻ ചുമ്മാ പിള്ളേരെ കാണാൻ വേണ്ടി പോയത്. നീ അതിനാണ് ഇവിടെ വരണമെന്ന് എനിക്കറിയാം. കാപ്പി കുടിച്ചാടാ? ഞാൻ ഒരു ചായ കുടിച്ചോണ്ട് ഇറങ്ങിയത്. എന്നാ ഒരു ചായ കൂടെ കുടി. ദോശ എടുക്കട്ടാ? ദോശ അതോടെ നിക്കട്ട്. നമ്മളെ പിങ്കിയെ ഒരേ വെറൈറ്റി പെണ്ണാണ് കേട്ടാ. മറ്റേ നമ്മളെ റെട്രോ സ്റ്റൈലില് കാർഡൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരിക്കണ് പിള്ളേർക്ക് കൊടുക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പിള്ളേരും മറ്റേ മൊബൈലിൽ അയക്കുകയല്ലേ ഉള്ളൂ. ഇത് കാർഡൊക്കെ വാങ്ങിച്ച് എഴുതി പിള്ളേർ വേറെ എഴുതി വെച്ചോണ്ടിരിക്കണ കേട്ടാ. അവൾ അങ്ങനെ ഒരു ടൈപ്പാണ്. വട്ട് കേസ് ഓടാ, അങ്ങനെയൊന്നുമല്ല. അവളെ ഇച്ചിരി പഴയ സ്റ്റൈലാണ്. മനുഷ്യസ്നേഹി, മൃഗസ്നേഹി, പ്രകൃതി സ്നേഹം, ഇതേപോലത്തെ പല പഴയ കലാരൂപങ്ങള് ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അടിപൊളി തന്നെ കേട്ടാ. നിനക്കെന്തോ താല്പര്യം? നിനക്കെന്തോ താല്പര്യം? അവക്ക് ഒന്നിനോടും താല്പര്യമില്ല. അവള് മൊത്തത്തില് ചേട്ടത്തി പറയണത് അങ്ങനെ പറഞ്ഞില്ല, ഏകദേശമൊക്കെ. അതെ, ഇവിടെ ഒരു കപ്പ് കൊണ്ടുവരണമെങ്കിൽ ഈ ഞാൻ വേണം. നീ എടുത്താണോ മക്കളെ കപ്പട്? കപ്പി കുടിക്കാൻ എനിക്കിഷ്ടം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ബോക്സിങ്ങിനും ജിംനാസ്റ്റിക്കിനും ഒക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയവളാണ് ഈ ഞാൻ. അതിന് മാത്രമൊന്നുമില്ല, അവൾ അച്ഛന്റെ മൂക്കിടിച്ച് വരത്തിയതിനും കപ്പ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അത് പിന്നെ ഒരു കൈ അബദ്ധം പറ്റിയതാണ്. എന്റെ അടുത്ത് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ കിടന്നു. ഞാൻ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞു വേണ്ട. മൂക്കടിച്ച് ഫിനിഷ് ചെയ്ത് ഉറങ്ങി നോക്കൗട്ടായി. എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കൊടുക്കും. ചിരിച്ച് കയ്യെ കൂടെ ഷേക്കാന്റെ കൂടെ കൊച്ചൊരു നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്ത് വിടണ്ടേ? തീർച്ചയായും ആരെന്ത് നല്ല കാര്യം ചെയ്താലും അനുമോദിക്കണം. എന്ത് ചെയ്തടി നീ? അങ്ങനെയല്ല അണ്ണാ, ഈ പെണ്ണെ നമ്മളെ കൊച്ചു കാർഡ് വിസിറ്റ് ചന്ദ്രന്റെ പേര് ക്രിസ്മസ് കാർഡൊക്കെ എഴുതി ഫ്രണ്ട്സിനെ കൊടുക്കണം. അത് ആലോചിച്ച് പറയരുത്. നല്ല കാര്യം, അടിപൊളി. ഇപ്പോഴൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. പണ്ട് നമ്മളൊക്കെ ഇഷ്ടം പോലെ ചെയ്യായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ, എന്റെ ക്രിസ്മസ് കാർഡൊക്കെ തീരാറായി. എനിക്ക് ഇനി ഒരു 5 കാർഡും കൂടെ ആവശ്യമാണ്. 5 കാർഡും കൂടെ? 5 അല്ല, കുറച്ച് കാർഡും കൂടെ വേണം. നാട്ടുകാർക്ക് മൊത്തം നീ എത്ര ഉണ്ടാക്കി? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞൂടെ? തികയൂല, മേടിക്കണം. വാങ്ങിട്ട് ഞാൻ പൈസ തരാം, പോയി വാങ്ങിച്ചിട്ടോ. ഇനി ഇതിന് മാത്രമായിട്ട് പുറത്തു പോണ്ടേ? നിങ്ങൾ പുറത്ത് പോകണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സാധനം വെച്ചോണ്ടോ? പോണുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പോവില്ലേ? ഇല്ല, ഞാൻ പൈസ തന്നിട്ട് ഞാൻ തന്നെ പോവാം. ഇനി വേണോ? കാർഡ് വേണോ? കാർഡ് വേണം. എങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ടോ, ഞാൻ പൈസ തരാം. സിപ്പ കഴിച്ച് തിരിച്ചു വരാം. എന്താ പറയുന്നത്? ലാവിഷ് ആയിക്കോട്ടെ. എന്നാ ഓക്കെ. എന്താടോ തനിക്ക്? പറഞ്ഞ മനസ്സിലാവൂലേ? വച്ചിട്ട് പോയേ. പോ. എന്തോന്ന്? അഡ്രസ് എന്തിന്? ക്രിസ്മസ് കാർഡ് അയക്കാനാ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്തോടോ പറഞ്ഞ മനസ്സിലാവത്തില്ലേ തനിക്ക്? ജനിച്ചിനെ വെച്ച് എന്തിനു കാണണേ? അയ്യ, എന്റെ ദൈവമേ, ഇത് വലിയ ശല്യമായില്ല. ഫോൺ വെച്ചേ. ഫോണ് വൈ. ആടി. ഇല്ലടി, ഇല്ല, ഞാൻ എഴുതിയില്ല. കെമിസ്ട്രി നോട്ടാ. ശരി. പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? ഫോണില് ഞാൻ ഫോണില് കണ്ടുകൂടായിരുന്നു. അപ്പുറത്ത് ആരായിരുന്നു? അപ്പുറത്ത് ആരുമില്ല. അപ്പുറത്തല്ല, ഫോണില്. അവിടെ ആരായിരുന്നു ചോദിച്ചത്? ഫോണില് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഏത് ഫ്രണ്ട്? ആമി. ഏതാമി? എന്റെ എല്ലാ ഫ്രണ്ട്സും നിനക്ക് അറിയാവോ? ഒരുവിധമൊക്കെ എനിക്ക് അറിയാമല്ലോ. ഒരു ഫ്രണ്ട് ആമി, സ്കൂളിൽ പഠിക്കണം. എന്തിനു വിളിച്ചപ്പോ? നിനക്ക് എന്തൊക്കെ അറിയണം ഇപ്പം? തുരുമാരി ഇത് ദേഷ്യം വരും എനിക്ക്. ഞാൻ പോണ. ഇല്ല, അതിനെന്തിന് ഇത്ര ചൂടാവണേ? ഇതുള്ളല്ലോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.